ലോക്സഭ കടന്ന വഖഫ് ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. 14 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കും വോട്ടെടുപ്പിനുമൊടുവിൽ 288 പേരുടെ പിന്തുണയോടെയാണ് ബിൽ ലോക്സഭയിൽ പാസ്സായത്. 232 പേർ ബില്ലിനെ എതിർത്തു. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, രാജ്യസഭയിലെ അവസ്ഥ എങ്ങനെയാണ്? അവിടെ എങ്ങനെയായിരിക്കും ചർച്ച നടക്കുക? ബില്ലിൽ രാജ്യസഭയിൽ എത്തുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? വീണ, ഇന്നലെ രാത്രി 2 മണിക്കാണ് ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ല് പാസ്സായത്. 288 പേർ ഈ വോട്ടെടുപ്പിൽ ഈ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 232 അംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. അങ്ങനെ 14 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്നലെ രാത്രി വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭ കടന്നു. ഇന്നിപ്പോൾ ബില്ല് രാജ്യസഭയിലേക്ക് എത്തിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. രാജ്യസഭയിലും സർക്കാരിന് കേവല ഭൂരിപക്ഷം, NDAക്ക് കേവല ഭൂരിപക്ഷമുണ്ട്. BJPക്ക് ഒറ്റയ്ക്ക് 98 MPമാരുണ്ട്. കൂടാതെ ജനതാദൾ യുണൈറ്റഡും മറ്റ് NCPയും ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും ഒപ്പം നോമിനേറ്റഡ് അംഗങ്ങളുടെ എല്ലാം അംഗബലം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് NDAയെ പിന്തുണയ്ക്കുന്ന MPമാരുടെ എണ്ണം രാജ്യസഭയിൽ 125 സ്വാഭാവികമായും ലോക്സഭയിൽ എന്നതുപോലെ രാജ്യസഭയിലും ഈ ബില്ല് അനായാസം പാസ്സാക്കുവാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇന്നലെ അതിശക്തമായ ചർച്ചയ്ക്ക് ലോക്സഭ സാക്ഷ്യം വഹിച്ചിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്കാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ഈ ബില്ല് അവതരിപ്പിച്ചത്. പിന്നീട് രാത്രി ഏതാണ്ട് 12 മണിവരെ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ നടന്നു. 14 മണിക്കൂർ ചർച്ചയും പിന്നീട് കേരളത്തിൽ നിന്നുള്ള MPമാരുൾപ്പെടെ മുന്നോട്ട് വെച്ച വിവിധ ഭേദഗതികളെ വോട്ടിനിട്ട് തള്ളിയതിനു ശേഷമാണ് ഈ ബില്ലിന്മേലുള്ള വോട്ടെടുപ്പ് നടന്നത്. ഈ വോട്ടെടുപ്പിലാണ് 288 പേർ ബില്ലിനെ അംഗീകരിക്കുകയും 232 ഇന്ത്യ സഖ്യത്തിലെ MPമാർ ഇതിനെ എതിർക്കുകയും ചെയ്തു. അങ്ങനെ ലോക്സഭ കടന്ന വഖഫ് ഭേദഗതി ബില്ല് ഇന്നിപ്പോൾ രാജ്യസഭയിലേക്ക് എത്തുകയാണ്. രാജ്യസഭയിലും ശക്തമായ ചർച്ചകൾക്ക് ശേഷമാകും ഈ സുപ്രധാനമായ ബില്ലിന് രാജ്യസഭയും കടക്കുക. പിന്നീട് രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക് ബില്ല് എത്തിക്കഴിഞ്ഞ് രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി ലഭിക്കുന്നതോടെ വളരെയധികം വിവാദവും അതോടൊപ്പം തന്നെ വലിയ ചർച്ചകൾക്കുമൊക്കെ വഴിവെച്ച വഖഫ് നിയമം, പുതിയ വഖഫ് നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരും. വീണ. ശരി ഗൗതം.